സ്മൃതികൾ ശ്രുതികളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ശ്രുതികൾ വേദങ്ങളാണ്. ശ്രുതിയുടെ താൽപ്പര്യത്തിനനുസരിച്ചല്ലാതെ ഒരു നിയമമുണ്ടായാൽ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിയമമുണ്ടാക്കുന്നത് പോലെ അസാധുവാണ്. സ്മൃതികൾ എന്തായിരിക്കണമെന്ന് വിശദമാക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ ഡോക്ടർ CT ഫ്രാൻസിസ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്നൊരു നോവലുണ്ട്. വളരെയേറെ ആളുകൾ വായിച്ച ഒരു നോവലാണ് അഗ്നിസാക്ഷി. അതിൽ ഒരു പെൺകുട്ടിയുണ്ട്, രാധ എന്നൊരു പെൺകുട്ടി. ഈ കുട്ടിക്ക് അവരുടെ അച്ഛൻ ഒരു ബ്രാഹ്മണനായതുകൊണ്ട് അദ്ദേഹത്തെ സ്പർശിക്കാൻ അവകാശമില്ലാതിരുന്നതിൻ്റെ നൊമ്പരങ്ങൾ ഏവർക്കും മനപ്രയാസം ഉളവാക്കുന്നതാണ്. ഈ ഒരു അവസ്ഥ സ്മൃതിവിഹിതമായി തന്നെ ഉണ്ടായതാണോ എന്നൊരു ശങ്ക പൊതുവിൽ ആളുകൾക്കുണ്ട്. ഈ ശങ്ക അത് പരിഹരിക്കാൻ എന്താണ് മാർഗം, എന്താണ് നമ്മളതിൽ ചിന്തിക്കേണ്ടത്? നമ്മൾ നേരത്തെ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്, സ്മൃതികൾ എപ്പോഴും ശ്രുതികളെ അനുസരിച്ചാണ് നിൽക്കുന്നത്. ശ്രുതികൾ വേദങ്ങളാണ്. ശ്രുതിയുടെ താത്പര്യത്തിന് അനുസൃതമല്ലാതെ ഒരു നിയമമുണ്ടായാൽ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഉണ്ടാക്കുന്ന നിയമം പോലെ അസാധുവാണ്. ഒരു നിയമം അത് നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയാലും നിയമസഭ പാസ്സാക്കിയാലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് വന്നാൽ അതിനാൽ തന്നെ അത് നിർവീര്യമാക്കപ്പെടും. അതുപോലെ വേദത്തിൽ പറയുന്ന ഒരു കാര്യത്തിന് എതിരായി ഒരു സ്മൃതി നിയമം ഉണ്ടാകാൻ പാടില്ല. വേദം എന്താണ് പറയുന്നത്? സൂക്തത്തിൽ വേദം പറയുന്നു, സനഃ പിതേവ സൂനവേ അഗ്നേ സൂപായനോഭവ സചസ്വാചന സ്വസ്തയേ. അല്ലയോ അഗ്നേ, അവിടുന്ന് മക്കൾക്ക് അച്ഛനെന്നതുപോലെ ഞങ്ങൾക്ക് അനായാസമായി അടുത്തു വരാവുന്നവൻ ആകൂ. സു ഉപ അയനഃ, സു നന്നായി, ഉപ സമീപത്ത്, അയനം മാർഗം, നന്നായി അടുത്തേക്ക് വരാൻ മാർഗമുള്ളവനാകൂ. സചസ്വ ചന സ്വസ്തയേ, ഞങ്ങളുടെ സ്വസ്തിക്ക്, ഞങ്ങളുടെ മംഗളത്തിനായി അങ്ങ് എപ്പോഴും സജ്ജനായിരിക്കുകയും ചെയ്യൂ എന്ന് വേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മക്കൾക്ക് എപ്പോഴും പ്രാപിക്കാവുന്നവനാകണം അച്ഛൻ. അച്ഛൻ എത്ര വലിയ കൊമ്പത്തുള്ള ആളാണെങ്കിലും ഇറങ്ങി മക്കളുടെ അടുത്തേക്ക് വരണം എന്നാണ് വേദം അനുശാസിക്കുന്നത്. ഇതിനനുസരിച്ച് കൃത്യമായ നിയമവും സ്മൃതിയിൽ പറയുന്നു. അപ്പം സ്മൃതിയിൽ ഇപ്രകാരമാണ് പറയുന്നത്, ശൂദ്രാം ശയനമാരോപ്യ ബ്രാഹ്മണോ യാത്യധോഗതിം ജനയിത്വാ സുതം തസ്യാം ബ്രാഹ്മണ്യാദേവ ഹീയതേ. ശൂദ്ര സ്ത്രീയെ തൻ്റെ ശയ്യയിൽ ആരോപിക്കുന്ന, ശയ്യയിൽ കയറ്റുന്ന ബ്രാഹ്മണൻ അധോഗതിയെ പ്രാപിക്കുന്നു, അതായത് ശ്രേയോഹാനി ഉണ്ടാകുന്നു. ജനയിത്വ സുതം തസ്യാം, അവളിൽ ഒരു സന്തതിയെ ഉളവാക്കുന്ന പക്ഷം, സന്തതി അവളിൽ ഉണ്ടാകുന്ന പക്ഷം ബ്രാഹ്മണ്യാദേവഹീയതേ, അദ്ദേഹം ബ്രാഹ്മണ്യത്തിൽ നിന്ന് തന്നെ ഭ്രഷ്ടനായിത്തീരുന്നു. പിന്നെ അദ്ദേഹം ബ്രാഹ്മണനല്ല. അതായത് തൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിന് പ്രാപിക്കാൻ പറ്റാത്തതായ ഒരു വർണ്ണം ഒരച്ഛനും ഇല്ല. കുട്ടികൾക്ക് എന്താണ്, താതൻ്റെ മേൽ കീറിമറിഞ്ഞുമേറ്റം സ്വാതന്ത്ര്യമോടെ പലമട്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരു കുഞ്ഞിനും നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന ശക്തമായ നിലപാടാണ് സ്മൃതികൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ അനാചാരങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഈ അനാചാരങ്ങളെല്ലാം തന്നെ ശ്രുതികളും സ്മൃതികളും പറയുന്ന ധർമ്മസംഹിതയിൽ നിന്ന് വ്യതിചലിച്ച് നമ്മൾ പോയിട്ടുള്ളത് കൊണ്ടാണ്. ബ്രാഹ്മണന് വളരെയേറെ അധികാരങ്ങളും അവകാശങ്ങളും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണ്?
അദ്ദേഹത്തിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. വേദങ്ങളെ ആഴത്തിൽ പഠിക്കണം, അതാണ് ബ്രാഹ്മണൻ്റെ ചുമതല. ബ്രഹ്മജാനാതി ബ്രാഹ്മണ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മത്തെ അറിയുമ്പോഴേ ബ്രാഹ്മണനായിത്തീരുന്നുള്ളൂ. വേദം പഠിച്ചാൽ വിപ്രനാകും, അത് പറഞ്ഞിട്ടുണ്ട്. വേദം പഠിച്ചാൽ വിപ്രനെന്നേ പറയുള്ളൂ. ബ്രഹ്മജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് ബ്രാഹ്മണൻ. അപ്പോൾ കുഞ്ഞിന് സമീപിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വർണ്ണം ഒരു പിതാവിനും ഇല്ല എന്നുള്ളതാണ് വേദത്തിൻ്റെ നിലപാട്. അതോടൊപ്പം തന്നെ പറയുകയാണ്, ബ്രാഹ്മണൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? തപസ്സിലും സ്വാധ്യായത്തിലും മുഴുകിയവനാകണം ബ്രാഹ്മണൻ. വേദത്തെ പഠിക്കുന്നവനാകണം. എപ്പോൾ വേദം പഠിക്കാതെയാകുന്നുവോ അപ്പോഴദ്ദേഹം ബ്രാഹ്മണ്യത്തിൽ നിന്ന് ഭ്രഷ്ടനാകും. അതാണ് യോ അനധീത്യ ദ്വിജോ വേദം അന്യത്ര കുരുതേ മനഃ ജീവന്നേവ സ ശൂദ്രത്വം ആശു ഗച്ഛതി സാന്വയ. ഏതൊരു ബ്രാഹ്മണനാണോ വേദം പഠിക്കാതെ മറ്റു കാര്യങ്ങളിൽ മുഴുകി നടക്കുന്നത്, അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ തൻ്റെ കുലത്തോടൊപ്പം കുടുംബത്തോടൊപ്പം ഭ്രഷ്ടനായിത്തീരുന്നു, ശൂദ്രനായിത്തീരുന്നു. ബ്രാഹ്മണ്യത്തിൽ നിന്ന് ഭ്രഷ്ടനായാൽ പിന്നെ ഉടൻ തന്നെ എന്താണ്? ശൂദ്രനായിട്ടാണ് തീരുന്നത്. അല്ലാതെ ബ്രാഹ്മണ്യം നഷ്ടപ്പെട്ട ക്ഷാത്രവും വൈശ്യവും ഒന്നുമല്ല. കാരണം ഞെട്ടറ്റാൽ പിന്നെ താഴേക്കാണ്. അപ്പോൾ ശൂദ്രരായിട്ടാണല്ലോ എല്ലാവരും ജനിക്കുന്നത്. അവിടെ നിന്ന് കയറിയിട്ടാണ് ബ്രാഹ്മണ്യത്തിലെത്തുന്നത്. ബ്രാഹ്മണ്യം നഷ്ടപ്പെട്ട് അങ്ങനെയുള്ള ആളുകൾ ശൂദ്രരായിത്തീരുന്നു. സാധാരണ ജനങ്ങളെപ്പോലെ ആയിത്തീരുന്നു. ശൂദ്രൻ എന്ന് പറയുമ്പോൾ അതിൽ അപമാനകരമായിട്ട് യാതൊന്നുമില്ല. തൻ്റെ തൊഴിലിന് പറ്റില്ലേ സാധാരണ തൊഴിൽ, പ്രത്യേകിച്ച് വലിയ പ്രാവീണ്യമൊന്നും വേണ്ടാത്ത സാധാരണ സേവന വൃത്തി ചെയ്തുകൊണ്ട് നടക്കാം. ഇതാണ് നമ്മുടെ വേദങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിക്കും അച്ഛനെ സ്പർശിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കാത്തതാണ് സ്മൃതി നിയമങ്ങൾ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.